അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈമൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഹായ്, ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് ചായൻ്റെ കൂടെ ഒരു കടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, എന്താ ഉണ്ടാക്കുക, ബ്രെഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണിത്. അപ്പം കുറച്ച് ബ്രെഡ്, ചിക്കൻ, മയണൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പം കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസസ് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചതിന് ശേഷം എണ്ണയിലിട്ടങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇപ്പം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സോസ് മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് മയണൈസും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇതങ്ങ് മിക്സാക്കി എടുക്കുക. അപ്പം ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അതേപോലെ തന്നെ മയണൈസും അത്ര തന്നെ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുമ്പം നല്ലൊരു പിങ്ക് കളറിലുള്ള സോസ് വരും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് ആ സ്വീറ്റും പിന്നെ മയണൈസിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടി ആകുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ നേരത്തെ ആ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൈകൊണ്ട് തന്നെ അങ്ങ് പിച്ചിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇപ്പം നന്നായിട്ട് പൊരിഞ്ഞിട്ട് നന്നായി മൊരിഞ്ഞ് വന്നതാണെങ്കിൽ ഇതിങ്ങനെ ബ്രെഡ് ആ ഒരു സാൻഡ്വിച്ച് കടിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. നല്ല ആ ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടും ബ്രെഡും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പം. അപ്പം നമ്മുടെ ചിക്കൻ സോസ് മിക്സ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബ്രെഡ് എടുത്ത് വെക്കാം. അപ്പം ഞാനിപ്പോൾ 3 സാൻഡ്വിച്ചിൻ്റെ കണക്കായിട്ട് 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബ്രെഡ് എന്ന് പറയുന്നത് നോർമൽ സൈസിലുള്ള ബ്രെഡാണ്, സാൻഡ്വിച്ച് സൈസിലുള്ള ബ്രെഡല്ല കേട്ടോ. നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ കുറച്ച് വലിയ സൈസിൽ സ്ക്വയർ പീസസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഒരു ബ്രെഡ് ആകുമ്പം നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്യാൻ പറ്റും, കുറച്ച് സൈസ് ഉണ്ടാവും. ഇതിപ്പം ചെറിയ സൈസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ സൈഡൊന്നും കട്ട് ചെയ്യുന്നില്ല. വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നില്ല, ഇതേപോലെ തന്നെ എടുക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഗ്രിൽ പാൻ എടുത്തിട്ടുണ്ട്. നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുക്കാം. കുറേ വേണമെന്നില്ല, ഒരു 1-2 ടീസ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ സോസ് മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ആ ഒരു ബ്രെഡിന് മുകളിലായിട്ട് മുഴുവനായി അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ചിക്കനും സോസും ഒരുമിച്ച് അങ്ങ് മിക്സാക്കി എടുത്തിട്ടാണ് ബ്രെഡിൽ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ അല്ലാണ്ട് വെറുതെ നമുക്ക് ആ ഒരു സോസ് മിക്സ് ബ്രെഡിൽ പുരട്ടിയിട്ട് പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേറൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം. ഞാനിതിപ്പം സോസിലേക്ക് ആ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ സോസിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ചിക്കനിലും കടിക്കുമ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ മിക്സാക്കിയതാണ്. സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ചിക്കൻ മയണൈസ് വെച്ചിട്ട് വേറൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പാന് അത്ര ചൂട് വേണ്ട, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെ ഞാനിപ്പം ബാക്കി 2 എണ്ണവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രസ് ചെയ്യുമ്പം 2 ബ്രെഡും നന്നായിട്ട് അങ്ങ് പിടിച്ച് നിന്നോളും, ഇല്ലാന്നുണ്ടെങ്കിൽ അടന്നങ്ങ് പോയി പോകും. അപ്പോൾ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഏറി വന്നാൽ ഒരു 1-2 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് നന്നായി മൊരിഞ്ഞ് വരുന്നു എന്ന് കാണുമ്പോൾ അടുത്ത ഭാഗം അങ്ങ് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ മുകളിൽ കുറച്ച് ബട്ടർ അങ്ങ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ബട്ടറോ അല്ലെങ്കിൽ നല്ല നെയ്യോ ഒന്നങ്ങ് പുരട്ടി കൊടുക്കാം. അപ്പോൾ 3-ൽ ഞാനിപ്പോൾ മുകളിൽ ഇങ്ങനെ ബട്ടർ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സൈഡ് അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും നന്നായിട്ടങ്ങ് മൊരിച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ അടുത്ത സൈഡ് അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം എന്താ പറയുക, നന്നായിട്ട് അങ്ങ് ഒട്ടിപ്പിടിച്ച് നിന്നോളും. ഇതേപോലെ 3ഉം അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡും ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ബ്രെഡ് 2 ഭാഗവും നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിന് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റുകയാണ്.
അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ബ്രെഡ് ടോസ്റ്റ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പം ആ ഒരു മയണൈസിൻ്റെയും കെച്ചപ്പിൻ്റെയും പിന്നെ ചിക്കൻ ഫ്രൈൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൽ അത്യാവശ്യം എരിവ് കുറവായിരിക്കും. അതായത് മയണൈസും ടൊമാറ്റോ കെച്ചപ്പ് മാത്രമാണല്ലോ. ഇനി എരിവിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞിട്ടോ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ്റെ കൂടെ വേണമെങ്കിൽ പച്ച ഉള്ളി അങ്ങ് കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം, മല്ലിയിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരുത്താം. ഇനിയിപ്പം വെജിറ്റേറിയൻസിനാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾ മിക്സ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പം നല്ലൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ടീ ടൈം സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീട്ടിൽ ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോസ് കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്കിനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.